സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. സോ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് എന്താണ്, റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സ് എന്താണെന്നുള്ളതൊക്കെ കണ്ടു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സോഴ്സസ്. 2 പ്രധാനപ്പെട്ട സോഴ്സസ് ആണുള്ളത്, ഇൻറ്റേർണൽ സോഴ്സസും എക്സ്റ്റേണൽ സോഴ്സസും. ഇൻറ്റേർണൽ സോഴ്സ് അതിൻ്റെ പേര് പോലെ തന്നെ ഗെറ്റിംഗ് ഓർ റിക്രൂട്ടിംഗ് ദി വർക്കേഴ്സ് ഫ്രം ദ എക്സിസ്റ്റിംഗ് സ്റ്റാഫ് ഓഫ് ദി ഓർഗനൈസേഷൻ, ദറ്റ് ഈസ് വിത്തിൻ ദി ഓർഗനൈസേഷൻ. അതിന് നടത്തുന്ന ഇൻറ്റേർണൽ സോഴ്സസിൽ വരുന്ന 3 പ്രധാനപ്പെട്ട ആക്ടിവിറ്റികളാണ് ട്രാൻസ്ഫർ, പ്രൊമോഷൻ ആൻഡ് ഡിമോഷൻ. So transfer means shifting of an employee from one job to another without special reference to change in the responsibility or compensation. അതായത് ഒരു ജോബിൽ നിന്നും ഒരു പൊസിഷനിൽ നിന്നും മറ്റൊരു പൊസിഷനിലേക്ക് അയാളുടെ കോമ്പൻസേഷനിലോ അയാളുടെ റെസ്പോൺസിബിലിറ്റിയിലോ അതോറിറ്റിയിലോ ഒന്നും ചേഞ്ച് വരാതെ ഷിഫ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. സോ ട്രാൻസ്ഫർ നടത്തുന്നത് വഴി അതൊരു റിക്രൂട്ട്മെൻ്റ് ആണ്. ദെൻ പ്രൊമോഷൻ. പ്രൊമോഷൻ ഇറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൊമോഷൻ ഇൻവോൾവ്സ് ദ ചേഞ്ച് ഫ്രം വൺ ജോബ് ടു അനദർ ദറ്റ് ഈസ് ബെറ്റർ ഇൻ ടേംസ് ഓഫ് സ്റ്റാറ്റസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ഒരു പൊസിഷനിൽ നിന്നും മറ്റൊരു പൊസിഷനിലേക്ക് മാറ്റുന്നു, പക്ഷേ ലോവർ പൊസിഷനിൽ നിന്നും ഹയർ പൊസിഷനിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ബെറ്റർ പൊസിഷനിലേക്കാണ് നമ്മളെ ചേഞ്ച് ചെയ്യുന്നത്. സോ അത് ഒരു തരത്തിലുള്ള ഇൻറ്റേർണൽ സോഴ്സാണ്. സോ പ്രൊമോഷൻ നടത്തുന്നതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്തിനാണ്? മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക. അതായത് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹയർ പൊസിഷനിലേക്ക് പോസ്റ്റ് ചെയ്യപ്പെടാം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പ്രൊമോഷൻ നടത്തുന്നത്. Then demotion, it is just opposite of promotion. That is downgrading the employee by reducing his salary, decrease his responsibility and authority and status, etc. അതായത് ഡിമോഷൻ പ്രൊമോഷന് നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹയർ പൊസിഷനിൽ നിന്നും ലോവർ പൊസിഷനിലേക്ക് ആളുകളെ ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡിമോഷൻ എന്ന് പറയുന്നത്. സോ ഡിമോഷൻ നടത്തുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ പണിഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. സോ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡീമെറിറ്റ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് പണിഷ്മെൻറ്റ് രൂപത്തിൽ എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യും എന്നുള്ള സൂചനയാണ് ഡിമോഷനിലൂടെ കൊടുക്കുന്നത്. സോ ഈ ട്രാൻസ്ഫറും പ്രൊമോഷനും ഡിമോഷനും ഒക്കെ വിത്തിൻ ദി ഓർഗനൈസേഷൻ ആണ്. സോ അങ്ങനെ നമുക്ക് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റികളാണ് ഇപ്പോൾ ഈ 3 പറഞ്ഞത്. സോ ഈ ഒരു ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ എക്കണോമിക്കൽ. അതായത് വിത്തിൻ ദി ഓർഗനൈസേഷൻ ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കതിന് വേണ്ടി വരുന്ന എക്സ്പെൻസുകളൊക്കെ കുറയ്ക്കാം. അതുപോലെ തന്നെ ഇറ്റ് സേവ്സ് ടൈം ആൻഡ് ഇറ്റ് ഇംപ്രൂവ്സ് ദ മൊറൈൽ ഓഫ് ദി എംപ്ലോയീസ്. അതായത് ഒരു മൊറൈൽ ബൂസ്റ്ററാണ് ഈ ഒരു ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. അതായത് പ്രൊമോഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ്. സോ പ്രൊമോഷനൊക്കെ കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് എംപ്ലോയീസിൻ്റെ മൊറൈൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു, അതേസമയം മോട്ടിവേറ്റ് ചെയ്യുന്നു. പിന്നെ അതുപോലെ നോ ഓറിയൻറ്റേഷൻ ഈസ് റിക്വയർഡ്. എപ്പോഴാണ് ഓറിയൻറ്റേഷൻ വേണ്ടി വരുന്നത്? പുതിയൊരു എംപ്ലോയി ഓർഗനൈസേഷനിൽ വരുന്ന സമയത്ത് അയാൾക്ക് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ആണ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ. ഓർഗനൈസേഷനെ കുറിച്ചിട്ടും ജോബിനെ കുറിച്ചിട്ടൊക്കെ ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ആണ് ഓറിയൻറ്റേഷൻ. അപ്പോൾ ഓറിയൻറ്റേഷൻ്റെ ഒന്നും ആവശ്യമില്ല ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റിൽ. പിന്നെ അതുപോലെ ഇറ്റ് ഈസ് മോർ റിലയബിൾ ആൻഡ് ആക്യുറേറ്റ് സോഴ്സ് ബിക്കോസ് വി നോ ദ എംപ്ലോയീസ്. then it leads for the self development of the എംപ്ലോയിയിലേക്കാണ് ഇത് ലീഡ് ചെയ്യുന്നത്. കാരണം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹയർ പോസ്റ്റിലേക്ക് പോവാം, വർക്ക് ചെയ്യുന്നത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ഡിമോഷൻ ഉണ്ടാകും എന്നുള്ള ഒരു ചിന്ത ഉണ്ടായതുകൊണ്ട് സെൽഫ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? റിഡക്ഷൻ ഇൻ ലേബർ ടേൺ ഓവർ റേറ്റ്, എംപ്ലോയീസിൻ്റെ കൊഴിഞ്ഞുപോക്ക് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. സോ ദീസ് ആർ ദ മെറിറ്റ്സ് ഓഫ് ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. So what are the disadvantages? ആദ്യത്തെ ഡിസഡ്വാൻറ്റേജ് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ എൻട്രി ലെവൽ. Okay, internal source is suitable only for the jobs above the entry level. That is, organization has to depend upon the outside source. പുറത്തുള്ള സോഴ്സുകളെയാണ് എൻട്രി ലെവൽ ജോബിന് നമ്മൾ പുതുതായിട്ടുള്ള ഒരു ജോബിന് എന്ത് ചെയ്യുന്നത്, പുതിയൊരു ജോബ് വരുമ്പോൾ അവിടെ നമുക്ക് പരീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ പുതിയ സ്റ്റാഫിന്, അതായത് വേറെ ഓർഗനൈസേഷനിൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള എംപ്ലോയീസിനെയാണ് നമുക്ക് അവിടെ ആവശ്യമുള്ളത്. സോ അവിടെ നമ്മൾ നോട്ട് സ്യൂട്ടബിൾ ഫോർ entry level job.
ദെൻ ലിമിറ്റഡ് ഓപ്ഷൻ, ദറ്റ് ഈസ് എൻ്റർപ്രൈസ് ഈസ് ഡിപ്രൈവ്ഡ് ഓഫ് എ വൈഡർ സെലക്ഷൻ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രഷ് ടാലൻറ്റിനെ എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിലൂടെ സാധിക്കില്ല. നമുക്ക് ലിമിറ്റഡ് ഓപ്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഒക്കെ നടത്തുന്നത് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നടത്തുക എന്നുള്ളതേ ഉള്ളൂ. അവിടെ നമുക്ക് കുറേ എന്ത് കിട്ടുന്നില്ല, പിന്നെ അപ്ലിക്കേഷൻസ് കിട്ടുന്നില്ല, അവരെ നമുക്ക് സ്ക്രൂട്ടനൈസ് ചെയ്യാൻ പറ്റില്ല, അതിൽ നിന്ന് നല്ല എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാനൊന്നും പറ്റില്ല. ലിമിറ്റഡ് ഓപ്ഷനേ ഉണ്ടാവുള്ളൂ. ദെൻ ലാക്ക് ഓഫ് ഒറിജിനാലിറ്റി, അതായത് ഒറിജിനാലിറ്റി എന്ന് പുതിയ എംപ്ലോയീസ് ആണെങ്കിൽ ചിലപ്പോൾ പുതിയ ഐഡിയാസോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ആയതുകൊണ്ട് അവർക്ക് ഒറിജിനാലിറ്റീൻ്റെ സാധ്യത വളരെ കുറവാണെന്നാണ് പറയുന്നത്. ദെൻ ഇറ്റ് റെഡ്യൂസസ് പ്രൊഡക്ടിവിറ്റി, ദെൻ ഡിനയൽ ഓഫ് ഓപ്പർച്യൂണിറ്റി. പിന്നെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻറ്റേർണൽ സോഴ്സ് സാധാരണ എന്താണ്, പുതിയ ഓപ്പർച്യൂണിറ്റീസിന്, അതായത് ഔട്ട്സൈഡേഴ്സിൽ നിന്ന് നല്ല ടാലൻസിനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും തരണം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഡിമെറിറ്റ് ആണ്. പിന്നെ ഇവിടെ ഫേവറിറ്റിസം അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ റിക്രൂട്ട്മെൻറ്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ സെലക്ഷനിലൊക്കെ നമ്മൾ പിന്നെ നല്ല എംപ്ലോയീസിന് അവിടെ കഴിവ് നോക്കിയിട്ടല്ല, ചിലപ്പോൾ നമുക്കൊരു ബയാസ് കാണിക്കാനുള്ള സാധ്യത ഉണ്ട്. ദെൻ ഇറ്റ് ലീഡ് ടു കോൺഫ്ലിക്റ്റ്. അപ്പോൾ അതുവഴി എന്തുണ്ടാകും, അവിടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. കാരണം പ്രൊമോഷൻ, ഡിമോഷൻ അതൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഓർ ബിറ്റ്വീൻ എംപ്ലോയീസ് അതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. സോ ദീസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ദെൻ എക്സ്റ്റേണൽ സോഴ്സസ്. ഏതൊക്കെയാണ് എക്സ്റ്റേണൽ സോഴ്സസ്? ഒന്നാമത്തെ എക്സ്റ്റേണൽ സോഴ്സാണ് നോട്ടീസ് അറ്റ് ദ ഫാക്ടറി ഗേറ്റ്. നോട്ടീസ് അറ്റ് ദ ഫാക്ടറി ഗേറ്റ് പേരിൽ പറഞ്ഞതുപോലെ തന്നെ ഫാക്ടറി ഗേറ്റിൻ്റെ, നമ്മൾ ഓർഗനൈസേഷൻ്റെ ഫാക്ടറി ഗേറ്റിൽ അല്ലെങ്കിൽ ഗേറ്റിൽ നമ്മൾ നോട്ടീസ് കൊടുക്കുക. അതായത് എത്ര നമ്പർ ഓഫ് എംപ്ലോയീസിന് ആവശ്യമുണ്ട്, ഏതൊക്കെ ടൈപ്പ് വർക്കേഴ്സിനെയാണ് ആവശ്യമുള്ളത്, എന്തൊക്കെ ക്വാളിഫിക്കേഷനാണ് അവർക്ക് ആവശ്യമുള്ളത് എന്നുള്ളതൊക്കെ ഒരു നോട്ടീസ് നമ്മൾ ഓർഗനൈസേഷൻ്റെ പുറത്ത് പിന്നെ ഇൻഫോം ചെയ്യുക. അപ്പോൾ അത് അറിഞ്ഞിട്ട് വരുന്ന അപ്ലിക്കേഷൻസൊക്കെ അല്ലെങ്കിൽ അതിന് ഇൻ്റർവ്യൂവിനൊക്കെ വരുന്ന ആൾക്കാരെ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, റിക്രൂട്ട് ചെയ്യുക. സോ ഇത് വളരെ എക്കണോമിക്കലായിട്ടുള്ളൊരു മെത്തേഡാണ്. കാരണം പ്രത്യേകിച്ച് പൈസ ചിലവൊന്നുമില്ല. നമ്മളെ ഓർഗനൈസേഷൻ്റെ, അപ്പോൾ ഈ നമ്മളെ ഓർഗനൈസേഷനിലേക്ക് വരാൻ സാധ്യതയുള്ള ആളുകൾ മാത്രമേ ഈ ഫാക്ടറി ഗേറ്റിൽ നിന്നും ഈ ഇൻഫർമേഷൻ അറിയുള്ളൂ. അതുപോലെ തന്നെ ഇതിന് പ്രത്യേകിച്ചായിട്ടുള്ള എക്സ്ട്രാ ചിലവുകളൊന്നും വരുന്നില്ല. ദെൻ അൺസോളിസിറ്റഡ് ആപ്ലിക്കേഷൻ. അൺസോളിസിറ്റഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ വിളിക്കാതെ തന്നെ ഇൻ്റർവ്യൂവിന് നമ്മൾ അല്ലെങ്കിൽ ഒരു പോസ്റ്റിലേക്ക് ഉണ്ടായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതും ഉണ്ടാവുന്നതിന് മുന്നേ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതും വ്യത്യാസമുണ്ട്. ഉണ്ടാവുന്നതിന് മുന്നേ എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ കൂട്ടി പറഞ്ഞിടുക. അതായത് ഇങ്ങനെ വേക്കൻസി വരികയാണെന്നുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്തേക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ബയോഡാറ്റയൊക്കെ അവിടെ കൊടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് അൺസോളിസിറ്റഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് അഡ്വർടൈസ്മെൻറ്റ് വന്നിട്ട് ആപ്ലിക്കേഷൻ വന്നതല്ല, അല്ലാതെ അതിൻ്റെ മുന്നേ തന്നെ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് അൺസോളിസിറ്റഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ അതും ഒരു എക്കണോമിക്കലായിട്ടുള്ള ഇതാണ്. കാരണം അത് പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ അവർ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന എംപ്ലോയീസ് ആണ്. അതുകൊണ്ടാണ് അവർ നമ്മൾ ആപ്ലിക്കേഷൻ വിളിക്കുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്, അവരുടെ ബയോഡാറ്റയൊക്കെ തന്നിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചായിട്ടുള്ള ചിലവുകളൊന്നും ഇവിടെ വരുന്നില്ല. അൺസോളിസിറ്റഡ് ആപ്ലിക്കേഷനും ഒരു എക്സ്റ്റേണൽ സോഴ്സാണ്. ദെൻ കാഷ്വൽ കോളേഴ്സ്. കാഷ്വൽ കോളേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചെറിയ പീരീഡിലേക്ക്, അതായത് താൽക്കാലികമായിട്ട് നമ്മൾ ഷോർട്ട് പീരീഡിലേക്ക് വേണ്ടിയിട്ട് എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യും. പിന്നെ അതായത് പേഴ്സൺസ് അപ്പോയിൻറ്റഡ് ഇൻ ലീവ് വേക്കൻസി, ഷോർട്ട് ടേം ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പെട്ടെന്ന് താൽക്കാലികമായിട്ട് ആരെങ്കിലും ലീവിന് പോവുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ താൽക്കാലിക വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടി ആളുകളെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതൊരു എക്സ്റ്റേണൽ സോഴ്സാണ്. അപ്പോൾ ഈ സോഴ്സ് അത് നമുക്ക് ആദ്യമേ അവരുടെ ഇൻഫർമേഷനൊക്കെ ഉണ്ട്. അവർ നമ്മളെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, കുറച്ച് കാലമാണെന്നുണ്ടെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിലല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ ഒരു എക്സ്റ്റേണൽ സോഴ്സായിട്ട് കൺസിഡർ ചെയ്യുന്നു.
നെക്സ്റ്റ് അഡ്വർടൈസ്മെൻ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. നമ്മൾ ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ ജേർണൽസിലോ മാഗസീൻസിലോ ഒക്കെ ആപ്ലിക്കേഷൻസ് കാണാറുണ്ട്, അഡ്വർടൈസ്മെൻറ്റ് കാണാറുണ്ട്. ജോബിനെ കുറിച്ചും നമ്പർ ഓഫ് വേക്കൻസിനെ കുറിച്ചും ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ടും റെമ്യൂണറേഷൻ ചിലപ്പോൾ മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഒരു എക്സ്റ്റേണൽ സോഴ്സാണ്. പക്ഷേ ഇതിൽ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കുറച്ച് പൈസ ചിലവ് ഉണ്ടായിരിക്കും ഓർഗനൈസേഷന്. ദെൻ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഒരു ഗുഡ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ആണ്. അതായത് ഈ സ്കിൽഡ് പിന്നെ അവർക്കൊക്കെ അൺസ്കിൽഡ് ലാബറേഴ്സിനും സെമി സ്കിൽഡ് ഓപ്പറേഷൻസിനൊക്കെ ഈ ഒരു ഏറ്റവും നല്ലൊരു വേദിയാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നമ്മൾ സാധാരണ ഒരു പർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞാൽ, ഇപ്പോൾ SSLC കഴിഞ്ഞാൽ അല്ലെങ്കിൽ +2 കഴിഞ്ഞാൽ നമ്മൾ അതാത് പരിധിയിലുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യും. എന്തിനാണ് ഈ രജിസ്റ്റർ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു വേക്കൻസി വരുന്ന സമയത്ത് ഏതെങ്കിലും ഓർഗനൈസേഷനിൽ, പബ്ലിക് സെക്ടർ ഓർഗനൈസേഷനിലോ പബ്ലിക് സെക്ടറിലൊക്കെ വേക്കൻസി വരുന്ന സമയത്ത് അവിടെ പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫേംസൊക്കെ പബ്ലിക് ഓർ പ്രൈവറ്റ് സെക്ടർ ഫേംസ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെ അപ്രോച്ച് ചെയ്യും. അപ്പോൾ അവിടെ നമുക്ക് എത്ര ക്വാളിഫിക്കേഷനുള്ള ആളുകൾ പിന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ അവർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു വിവരം കിട്ടുക, ഡാറ്റ കിട്ടുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ എക്സ്ചേഞ്ച് അതോറിറ്റീസ് ഈ പിന്നെ സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് എന്ത് ചെയ്യുന്നു, കൺസേൺഡ് എംപ്ലോയേഴ്സിന് അയച്ചു കൊടുക്കും. അപ്പോൾ എംപ്ലോയേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അവരുടെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അത്ര ഒരു ബുദ്ധിമുട്ടില്ലാത്ത, നമുക്ക് അത്ര അധികം ക്യാഷ് ചിലവുള്ള ഒരു കാര്യമല്ല എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. ദെൻ സ്കൂൾസ്, കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ്. അതായത് ക്യാമ്പസ് ഇൻ്റർവ്യൂയിലൂടെ നമ്മൾ സെലക്ട് ചെയ്യാം. അത് ഫ്രഷ് ആയിട്ടുള്ള യങ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സിനെയൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള BTech ഗ്രാജുവേറ്റ്സിനൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ക്യാമ്പസ് ഇൻ്റർവ്യൂ നടത്തുക. അതേപോലെ MBA ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ് ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉള്ള BCom ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ സാധാരണ എയ്ഡഡ് കോളേജുകളിലൊക്കെ വന്നിട്ട് മീൻസ് പിന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ വന്നിട്ട് ക്യാമ്പസ് ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ആപ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ, ഫ്രഷ് കാൻഡിഡേറ്റ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ നെക്സ്റ്റ് ലേബർ കോൺട്രാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ടേഴ്സാണ്. അൺസ്കിൽഡ് ലേബറേഴ്സിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കോൺട്രാക്ടേഴ്സ്. നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ബംഗാളികളെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ലേബർ കോൺട്രാക്ടേഴ്സ് ഉണ്ട്. അവരുടെ കയ്യിലൊരു ലിസ്റ്റ് ഉണ്ടായിരിക്കും. കാരണം അവരുടെ അണ്ടറിൽ കുറച്ച് ആളുകളുണ്ടായിരിക്കും. അവർക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഈ സപ്ലൈ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ലേബർ കോൺട്രാക്ടേഴ്സും ഒരു എക്സ്റ്റേണൽ സോഴ്സാണ്. അപ്പോൾ നമുക്ക് ഓർഗനൈസേഷൻസിന് എന്ത് ചെയ്യാം, ഈ ലേബർ കോൺട്രാക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യാം. ദെൻ പ്രൈവറ്റ് ഏജൻസീസും എന്താണ് റിക്രൂട്ട്മെൻറ്റ് ഏജൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ചില ടെക്നിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ പേഴ്സണൽസൊക്കെ ഈ പ്രൈവറ്റ് ഫേംസൊക്കെ ലേബർ കോൺട്രാക്ടേഴ്സ് പോലെയല്ല, സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കിട്ടാൻ വേണ്ടിയിട്ട് അത് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഏജൻസീസ് ഉണ്ടായിരിക്കും, കൺസൾട്ടൻസീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കും. അതാണ് പ്രൈവറ്റ് ഏജൻസീസ് എന്ന് പറയുന്നത്. ദെൻ ലേബർ യൂണിയൻ അല്ലെങ്കിൽ ട്രേഡ് യൂണിയനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും ഈ എംപ്ലോയീസ്, ജോബ് സീക്കേഴ്സ്. അപ്പോൾ ജോബ് സീക്കേഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒരു വേക്കൻസി വരുന്ന സമയത്ത് ഓർഗനൈസേഷനിലെ വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലേബർ യൂണിയൻസ് എന്ത് ചെയ്യും, ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസിൻ്റെ ലിസ്റ്റ് നമ്മളുടെ ഓർഗനൈസേഷന് കൈമാറും. അപ്പോൾ അതിലൂടെയും അതും നമുക്ക് നല്ലൊരു എക്സ്റ്റേണൽ സോഴ്സാണ്. ദെൻ റെക്കമെൻഡേഷൻ ഓഫ് ദ എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്. ഒരു പരിധിവരെ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിൻ്റെ റെക്കമെൻഡേഷൻ ചില ഓർഗനൈസേഷൻസ് കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ ആ റെക്കമെൻഡേഷനും ഒരു എക്സ്റ്റേണൽ സോഴ്സാണ്. ദെൻ ലാസ്റ്റ് വൺ, ലീസിംഗ് എന്ന് പറയുന്നത് സാധാരണ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഒക്കെയാണ് ഈ ഒരു സോഴ്സ് യൂസ് ചെയ്യുന്നത്. അതായത് മാനേജീരിയൽ പേഴ്സണൽ, നമ്മൾ ഹയർ ലെവൽ, ടോപ്പ് ലെവലിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള മാനേജീരിയൽ പേഴ്സണലിനെയൊക്കെയാണ് നമ്മൾ സിവിൽ സർവീസ്, ഡിഫൻസ് സർവീസ് അങ്ങനെയുള്ള ഇതിലേക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ സോഴ്സ് യൂസ് ചെയ്യുന്നത്. ലീസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, കുറേ ലോങ് പീരീഡിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കടത്തിനെടുക്കുക. അതായത് അവിടെ നമുക്ക് ലീസ് ചെയ്യാന്ന് പറയുമ്പോൾ അവർ ഒരു കോൺട്രാക്ട്
കോൺട്രാക്റ്റ് ബേസ് ചെയ്തിട്ട് ഇത്ര പീരീഡിലേക്ക് വേണ്ടിയിട്ട് അവരുടെ വർക്ക് അല്ലെങ്കിൽ അവരുടെ കാലിബർ നമ്മൾ യൂസ് ചെയ്യുക. അതാണ് ലീസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ലീസിംഗ് എന്ന് പറയുന്നതും ഒരു ഔട്ട്സൈഡ് സോഴ്സാണ്, എക്സ്റ്റേണൽ സോഴ്സാണ്. പിന്നെ ലീസിംഗ് വഴിയും നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ ആ ഒരു കോൺട്രാക്റ്റ് വഴിയും സിവിൽ സർവീസ് അല്ലെങ്കിൽ ഡിഫൻസ് സർവീസ് ഫീൽഡിലൊക്കെ ഉള്ള ആളുകളെ നമ്മളുടെ ഹയർ മാനേജറിയൽ പേഴ്സൺ, അതായത് നമ്മൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലൊക്കെ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ ചിലപ്പോൾ ആവശ്യമായിട്ടുണ്ടാകും. 1-2 ആൾക്കാർ മതിയായിരിക്കും ഒരു ബിസിനസ് ടോപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് കഴിവുള്ള ആൾക്കാരെ നമുക്ക് ലീസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ എന്ത് ചെയ്യാം, പിന്നെ റിക്രൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിലൂടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദ എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. സോ നമ്മൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വൈഡ് ഓപ്ഷനാണ്. നമുക്ക് സെലക്ട് ചെയ്യാൻ ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാവുക. അതിൽ നിന്ന് നമുക്ക് വേണ്ടത്ര സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഫ്രഷ് ടാലൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ അവൈലബിലിറ്റി ഓഫ് ക്വാളിഫൈഡ് പേഴ്സൺസ്, ഏത് പിന്നെ എംപ്ലോയീസിന്, ഏത് ക്യാരക്ടറുള്ള എംപ്ലോയീസിനാണോ വേണ്ടത് അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അതിനും ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് ഈസ് മോർ എക്സ്പെൻസീവ്, അതേപോലെ തന്നെ ടൈം കൺസ്യൂമിങ്ങും ആണ്. ഓക്കെ, പിന്നെ അതുപോലെ ലാക്ക് ഓഫ് കോപ്പറേഷൻ ഉണ്ടായിരിക്കും. എവിടുന്ന്? ഫ്രം ദ പാർട്ട് ഓഫ് എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്. ഇപ്പോഴുള്ള ഓർഗനൈസേഷനിലുള്ള വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ചിലപ്പോൾ കോപ്പറേറ്റ് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ പിന്നെ അത് കാരണം അവരുടെ ജോബ് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ളതൊക്കെ കണ്ടിട്ട് അവർ ഇതിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ദെൻ ഡിമോറലൈസേഷൻ ഓഫ് പ്രസൻറ്റ് എംപ്ലോയീസ്, അതായത് പ്രസൻറ്റ് എംപ്ലോയീസിൻ്റെ ഡിമോറലൈസേഷൻ, അതായത് അവർക്കൊരു തിങ്കിങ് ഉണ്ടാകും, അവരുടെ വില പോവോ അല്ലെങ്കിൽ റെഡ്യൂസ് ആവുമോ, അവർക്ക് പിന്നെ അത്രത്തോളം കാലിബർ ഇല്ലാഞ്ഞിട്ടാണോ പുറത്തുനിന്നുള്ള എടുക്കുന്നത് എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് ഈ എക്സ്റ്റേണൽ സോഴ്സ് വഴി എടുക്കുമ്പോൾ. അതേസമയം നമ്മൾ ഇൻറ്റേർണലി അവരിൽ നിന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യുക അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് കുറയ്ക്കാം. അതാണ് എക്സ്റ്റേണൽ സോഴ്സിൻ്റെ ഒരു ഡിമെറിറ്റ് ആയിട്ട് പറയുന്നത്, ഡിമോറലൈസേഷൻ ഓഫ് ദ പ്രസൻറ്റ് എംപ്ലോയീസ്. ദെൻ ഗ്രേറ്റർ ലേബർ ടേൺ ഓവർ. ഇവിടെ നമുക്ക് ലേബർ ടേൺ ഓവർ ഉണ്ടാവും. കാരണം എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആവില്ല. അവർക്ക് എത്ര നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും കാര്യമില്ല എന്നുള്ളത് അറിയാം. കാരണം പുറത്തുനിന്നുള്ള സോഴ്സിൽ നിന്നും എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യും എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അവിടെ ലേബർ ടേൺ ഓവർ കുറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ലോസ് ദ സെൻസ് ഓഫ് സെക്യൂരിറ്റി. സെക്യൂരിറ്റി കുറയും എന്നുള്ളൊരു തോന്നലുകൊണ്ടാണല്ലോ സാധാരണ ലേബർ ടേൺ ഓവർ ഉണ്ടാവുക. അപ്പോൾ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നമ്മൾ എക്സ്റ്റേണൽ സോഴ്സിനെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ. സോ ദീസ് ആർ ദ മെറിറ്റ്സ് ആൻഡ് demerits of external sources of recruitment.